അങ്ങനെ വളരെ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹം സഫലമായിരിക്കുകയാണ്. വർഷങ്ങളുടെ ആഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പൈസ എൻ്റെ കയ്യിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഈ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്ന ഈ ബുക്ക്, ഈ വിശിഷ്ടമായ ഈ ബുക്ക് പല വീടുകളിലും കാണുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു, എനിക്കിതുപോലൊന്ന് വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് എല്ലാ ദിവസവും ഒന്ന് പാരായണം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷേ ഞാൻ ഈ ബുക്ക് എൻ്റെ കൈകൊണ്ട് എടുത്തിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുമുണ്ട്. അത് ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 14 വർഷങ്ങൾക്ക് പിന്നോട്ട് പോയാൽ എൻ്റെ അമ്മ ഒന്ന് ഓച്ചിറ ക്ഷേത്രത്തിൽ ചെറിയ ചെറിയ അടിച്ചുകളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കൂടിയൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാനായിട്ട് ഓച്ചിറ ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം അമ്മയെ കാണാനായി പോയപ്പോൾ അമ്മ വിളക്കൊക്കെ തേക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ രാമായണം ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഞാനും ആ സദസ്സിലുണ്ട്. അപ്പോൾ അതിലൊരു ചേച്ചിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് പാരായണം ചെയ്യാനായിട്ട് ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വേണം. ഒരു കൂട്ടായിട്ടാണ് രാമായണം പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ പോകേണ്ടത് കൊണ്ട് ഒരാൾ അവിടെ ഇരുന്ന് വായിക്കാൻ വേണം. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്നാൽ ഞാൻ ചൊല്ലിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെന്താ, സന്തോഷമുള്ള കാര്യമല്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ആധ്യാത്മരാമായണത്തിൻ്റെ ബുക്ക് എൻ്റെ കൈകളിലേക്ക് തന്നു. അതായിരുന്നു എൻ്റെ കൈ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് രാമായണം ബുക്ക് തൊട്ട ആ ദിവസം, ആ സമയം അതായിരുന്നു. അതിനുശേഷം ഒരുപാട് കാലം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ രാമായണം പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊന്നും അല്ല. മിക്കവാറും ഒക്കെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താൻ തന്നെ ഇവിടെ ആരും ഉണ്ടാവാറില്ല. കാരണം ഞാനും ഒക്കെ ഓരോ സ്ഥലത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും. ചേട്ടനാണെങ്കിലും ജോലിക്ക് പോയി, മക്കളാണെങ്കിലും പഠിക്കുന്നു, അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഓരോ സ്ഥലങ്ങളിൽ. അപ്പോൾ എനിക്ക് ഇതങ്ങനെ തുടർന്ന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞതുപോലെ എനിക്കും എൻ്റെ ഈ 50ാമത്തെ വയസ്സിൽ, അതായത് വാർദ്ധക്യത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു സമയം, വാർദ്ധക്യത്തിൻ്റെ കവാടത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ കൈകളിലേക്ക് വന്നു. എനിക്കിത് വാങ്ങാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. അത് ഭഗവാൻ ശ്രീകൃഷ്ണന് തന്നെ വേണം ആ ഒരു നന്ദി, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അറിയിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം തന്നെയാണല്ലോ ശ്രീരാമനായിട്ടും പുനർജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ അവതാരമാണല്ലോ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. എന്തായാലും ആ ബുക്ക് എനിക്ക് എൻ്റെ കൈകളിൽ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ സന്തോഷം ഞാൻ നിങ്ങളുമായി കൂടെ പങ്കുവയ്ക്കുകയാണ്.